ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാമത്തെ വാക്യം. യേശു അത് കേട്ടിട്ട് ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവത്തിന് മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്ര എന്ന് പറഞ്ഞു. ലാസർ ദീനമായിട്ട് കിടക്കുന്നു എന്ന വാർത്തയാണ് യേശു കേട്ടത്. ആ വാർത്ത കേട്ടിട്ടാണ് യേശു പറഞ്ഞത്, ലാസറിൻ്റെ ദീനം മരണത്തിനായിട്ടല്ല, മറിച്ച് ദൈവത്തിന് മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്ര എന്നുള്ള കാര്യം. ലാസർ ആരായിരുന്നു? ബഥാന്യയിലെ മാർത്തയുടെയും മറിയയുടെയും സഹോദരനായിരുന്നു ലാസർ. ലാസറിൻ്റെ ഭവനത്തിൻ്റെ പ്രത്യേകത, ഈ ഭവനത്തിൽ യേശു ചെല്ലുമായിരുന്നു. മാർത്തയും മറിയയും യേശുവിനെ സ്നേഹിച്ചിരുന്നു, ലാസറും യേശുവിനെ സ്നേഹിച്ചിരുന്നു. 5-ാം വാക്യത്തിൽ യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. ദൈവം സ്നേഹിച്ച ഒരു കുടുംബം ആയിരുന്നു ലാസറിൻ്റെ കുടുംബം. ദൈവത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ദൈവം സ്നേഹിക്കുന്ന ഒരു കുടുംബം ആയിരുന്നിട്ടും ആ വീട്ടിൽ വലിയ വേദനയ്ക്ക് കാരണമാകുന്ന ഒരു സംഭവം നടന്നു. നമ്മുടെ ഭവനത്തിലെ ആരെങ്കിലുമൊക്കെ രോഗികളായിട്ട് തീരുമ്പോൾ ദൈവം നമുക്കെതിരാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അല്ലെങ്കിൽ ദൈവ കോപം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത്. യേശുവുള്ള ഭവനങ്ങളിൽ പോലും പലപ്പോഴും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു ഉണ്ടായിരുന്നു, പക്ഷേ അവിടുത്തെ വീഞ്ഞ് തീർന്നു പോയതായിട്ട് നാം കാണുന്നു. യേശുവും ശിഷ്യന്മാരും കൂടെ ഗലീല തടാകത്തിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലാണ് കാറ്റും കോളും അതിശക്തമായിട്ട് ആ പടകിനെതിരെ അടിക്കുന്നത്. യേശു ഉണ്ടായിരുന്ന പടകായിരുന്നിട്ട് പോലും ആ പടക് ഉലയത്തക്ക നിലയിൽ, നശിക്കത്തക്ക നിലയിൽ കാറ്റും കോളും ആ പടകിനെതിരെ അടിക്കുന്നു. യേശു ഉണ്ടെങ്കിൽ അവിടെ രോഗമില്ല എന്നും അവിടെ ബുദ്ധിമുട്ടുകളില്ല എന്നും ആരും ധരിക്കരുത്. യേശുവുള്ള ഭവനങ്ങളിൽ അതൊക്കെ ഉണ്ടാകും എന്ന് തിരുവെഴുത്തിൽ നാം കാണുന്നു. എന്നാൽ മറ്റുള്ളവരുടെ ആ സമയത്തെ പ്രതികരണമാണ് പലപ്പോഴും വേദനിപ്പിക്കുന്നത്. പാട്ടും പ്രാർത്ഥനയുമുള്ള വീടായിരുന്നു, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഭവനമായിരുന്നു, കൂട്ടായ്മയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന സഹോദരനായിരുന്നു. എങ്കിലും അവർക്കിത് വന്നല്ലോ. ഇതാണ് പലരുടെയും ചിന്ത എന്ന് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും എന്ന അറിവ് പലർക്കും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കർത്താവ് വാസ്തവമായും മാർത്തയെയും മറിയയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എങ്കിൽ ലാസർ ദീനമായിട്ട് കിടന്നു എന്ന് കേട്ടപ്പോൾ തീർച്ചയായിട്ടും ഓടി അവിടെ എത്തുകയില്ലായിരുന്നോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ കൂടുതലാണ്. എന്നാൽ ലാസർ ദീനമായിട്ട് കിടക്കുന്നു എന്ന് കേട്ടിട്ടും 2 ദിവസം കൂടി താനായിരുന്ന സ്ഥലത്ത് തന്നെ യേശു നിൽക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് താമസം വരുന്നു എന്നുള്ളതുകൊണ്ട് ദൈവം ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞു എന്ന് ഉള്ളതിൻ്റെ തെളിവുമല്ല നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികൾ താമസിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് അതിവേഗം മറുപടി തരുന്നില്ലെങ്കിൽ കാത്തിരിക്കുവാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ദൈവമുമ്പാകെ കാത്തിരിക്കുവാൻ നാം തയ്യാറാകുന്ന പക്ഷം നാം പ്രതീക്ഷിച്ചതിലും അപ്പുറമായിട്ട് അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും. അതും അത്ഭുതവും അതിശയകരവുമായ നിലയിൽ. ലാസറിനോടും മാർത്തയോടും മറിയയോടും യേശുവിനുണ്ടായിരുന്ന സ്നേഹം തൻ്റെ സമയത്തിന് മുമ്പേ എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ യേശുവിനെ ഒരിക്കലും നിർബന്ധിച്ചിരുന്നില്ല. യേശു പ്രവർത്തിച്ചതെല്ലാം പിതാവിൻ്റെ ഹിതത്തിനൊത്തവണ്ണവും ദൈവിക
കാര്യപരിപാടി അനുസരിച്ചും മാത്രമായിരുന്നു. അതുകൊണ്ടാണ് 2 നാൾ കഴിഞ്ഞ ശേഷം യേശു മാർത്തയുടെയും മറിയയുടെയും ദേശമായ ബഥാന്യയിലേക്ക് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പോകുവാൻ ആലോചന കഴിച്ചത്. സമയം കഴിഞ്ഞു പോയല്ലോ എന്നായിരിക്കും പലരുടെയും ചിന്ത. എന്നാൽ സമയം കഴിഞ്ഞിട്ടില്ല. പ്രാർത്ഥനയുടെ ഉത്തരം താമസിക്കുന്നത് കൊണ്ട് ദൈവം തള്ളിക്കളഞ്ഞു എന്നർത്ഥമില്ല. ദൈവത്തിനു വേണ്ടി ഇനിയും കാത്തിരുന്നിട്ട് എന്ത് പ്രയോജനം എന്ന ചോദ്യത്തിന് അവിടെ യാതൊരു പ്രസക്തിയുമില്ല. മറിച്ച് അവിടെ വിശ്വാസമാണ് വെളിപ്പെട്ടു വരേണ്ടത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള തിരുവെഴുത്തിൻ പ്രകാരം ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രാർത്ഥനകൾക്ക് മറുപടി താമസിക്കുമ്പോൾ ചോർന്നു പോകുന്നതാകരുത് യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് തനിക്കായി കാത്തിരിക്കുന്നവരെ ലജ്ജിപ്പിക്കുകയില്ല. യഹോവയെ കാത്തിരിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോവുകയില്ല. നല്ല പിതാവേ, ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചിട്ടും മറുപടികൾ ലഭിക്കാത്ത പല പ്രിയപ്പെട്ടവരുമുണ്ട്. ദൈവത്തിൻ്റെ സമയം വരെ, ദൈവത്തിൻ്റെ കാര്യപരിപാടി വെളിപ്പെടുന്നതുവരെ കാത്തിരിക്കുവാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശു.